ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധമായ ഇന്ന് എല്ലോ പെരുന്നാൾ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം വന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം ബലഹീനനായ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരം അനുവദിച്ചു തന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട ഷിനു അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ ജനനത്തിന്റെ അനുഗ്രഹങ്ങളും സന്തോഷവും അറിയിക്കുകയും നിങ്ങളോടൊപ്പം പങ്കിടുകയും ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളോടൊപ്പം കർത്താവിൽ ശരണം പ്രാപിക്കുന്നതായ വിശുദ്ധ വേദവാക്യം ശുദ്ധമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. ശുദ്ധമുള്ള യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം. അന്ധകാരത്തിൽ ഇരുന്നതായ ജനം, അന്ധകാരത്തിൽ നടന്നിരുന്നതായ ജനം വലിയ പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ നടന്നിരുന്നതായ ജനം വലിയ പ്രകാശം കണ്ടു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മുൻകൂട്ടി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച് പറയുന്നതായ വേദഭാഗമാണ് ഇത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് അന്ധകാരം, രണ്ട് പ്രകാശം. ആ അന്ധകാരത്തിൽ ഇരുന്നതായ ജനം എന്ന് പറയുമ്പോൾ അന്ധകാരം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ ജനമാണ് പ്രകാശം കണ്ടത്. ലോകത്തിൽ അന്ധകാരം ഉണ്ടായിരുന്നുവോ? വേദപുസ്തകം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അന്ധകാരത്തിന്റെ ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അന്ധകാരത്തിന്റെ ശക്തി. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഭാഗം പ്രത്യേകമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അന്ധകാരം എന്ന് പറയുന്നത് പിശാചാണ്. അന്ധകാരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് പിശാചിന് അടിമപ്പെട്ടുള്ളതായ ജീവിതമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു പിശാചിന്റെ അധികാരത്തിൽ നിന്ന്, പവറിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയിലേക്ക് ഞാൻ നിന്നെ മാറ്റുന്നു എന്ന്. അത് ശൗലിനോട് കുതിരപ്പുറത്തൊന്ന് അടിച്ചു തറയിട്ടതിന് ശേഷം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് യേശു തമ്പുരാൻ പറയുന്നതായ വാക്യമാണ്. അന്ധകാരം എന്ന് പറയുന്നത് പിശാചിന്റെ വാസസ്ഥാനമാണ്. അത് പിശാചിന്റെ സ്വഭാവമാണ്. ദൈവമക്കൾക്ക് ചേർന്നതല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം ലോകത്തിന്റെ ആരംഭത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നു അത് തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഭൂമി പാഴും ശൂന്യവുമായിട്ട് കടന്നു. ഭൂമിയുടെ മേൽ ആഴത്തിൽ അന്ധകാരം പരന്നു കിടന്നു. അപ്പോ അന്ധകാരം, പിശാച്, ദൈവം ആരംഭത്തിൽ ഈ ഭൂമിയെ രൂപപ്പെടുത്തുവാനായിട്ട് അതല്ലെങ്കിൽ അതിനെ ചിട്ടപ്പെടുത്തുവാനായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ദൈവം പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയുകയും അവിടെ പ്രകാശം പരക്കുകയും അന്ധകാരത്തെ ഒരു വശത്തേക്ക് ഈ പ്രകാശം തള്ളി നീക്കി എന്നും നമുക്ക് ആ ഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തിന്റെ ഈ ലോകത്തിലെ വ്യാപാരം എന്ന് പറയുന്നത് പ്രകാശം തന്നിൽ നിന്ന് പുറപ്പെടുവിച്ച് ലോകത്തിലെ അന്ധകാരത്തെ ഒരു വശത്തേക്ക് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അത് കഴിഞ്ഞ് വിവരിക്കുന്നതായ ദൈവത്തിന്റെ പ്രവൃത്തിയിലാണ് പറയുന്നത് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു.
അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? സൂര്യനിൽ നല്ല ലോകത്തിലേക്ക് പ്രകാശം ആദ്യം ഉണ്ടായത്, ചന്ദ്രനിൽ നല്ല ലോകത്തിലേക്ക് പ്രകാശം ആദ്യം ഉണ്ടായത്, നക്ഷത്രങ്ങളിൽ നല്ല ലോകത്തിലേക്ക് പ്രകാശം ആദ്യം ഉണ്ടായത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ 4-ാം ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അതിനേക്കാൾ മുമ്പ് 1-ാം ദിവസം തന്നെ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് യഹോവ കൽപ്പിക്കുകയും അതിനനുസരിച്ച് ലോകത്തിൽ പ്രകാശം ഉണ്ടാകുകയും ചെയ്തു. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻകുറിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ന് മുതൽ ലോകത്തിൽ, അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഈ പ്രകാശം ആദ്യമേ ലോകത്തിൽ വന്നു. ആ പ്രകാശം വഴിയായിട്ടാണ് ശേഷമുള്ളതായ സകല സൃഷ്ടികർമ്മങ്ങളും നടക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കണം. അന്ധകാരം, ഞാൻ പറഞ്ഞു വന്നത്, അന്ധകാരം എന്ന് പറയുന്നത് പിശാചാണ്. അന്ധകാരം എന്ന് പറയുന്നത് സാത്താന്റെ സാമ്രാജ്യമാണ്. അന്ധകാരം എന്ന് പറയുന്നത് പൈശാചികമായിരിക്കുന്നതായ വ്യാപാരമാണ്. എന്നാൽ പ്രകാശം എന്താണ്? ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ ആകുന്നു ലോകത്തിന്റെ പ്രകാശം എന്ന്. അവിടെ അടിവരയിട്ട് ഊന്നിയാണ് കർത്താവ് ഇത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ മറ്റൊരു പ്രകാശം കൂടി ഉണ്ട് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒന്ന്, ലോകത്തിലുള്ളത് നിത്യപ്രകാശം. 2, താൽക്കാലിക പ്രകാശം. നാം ആദ്യമേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടതുപോലെ യഥാർത്ഥമായിരിക്കുന്ന പ്രകാശം 3-ാം വാക്യത്തിൽ വന്നു കഴിഞ്ഞു ലോകത്ത്. അതിനുശേഷം വന്നതായ പ്രകാശം, സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വന്നതായ പ്രകാശം, അത് താൽക്കാലികം മാത്രമാകുന്നു. സൂര്യനിലും ചന്ദ്രനിലുമുള്ള പ്രകാശത്തിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെടുന്നതായ നിത്യ പ്രകാശത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഈ വചനം നമുക്ക് ഇടയാകണം. താൽക്കാലികമായിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്, അതുപോലെ തന്നെ നിത്യമായിരിക്കുന്നതായ പ്രകാശമുണ്ട്. യേശുക്രിസ്തു ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ പറഞ്ഞു, ഞാൻ ആകുന്നു ലോകത്തിന്റെ പ്രകാശം എന്ന്. കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാത്താൻ താനും പ്രകാശദൂതന്റെ വേഷത്തിൽ വന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാനും നമ്മെ തെറ്റായ വഴിയിൽ കൊണ്ടുപോകുവാനുമായിട്ട് ശ്രമിക്കും എന്ന് പറയുമ്പോൾ പിശാചിനും പ്രകാശത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വരുവാനായിട്ടുള്ളതായ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആത്മാക്കളെ വിവേചിക്കുവാനുള്ളതായ വരം ദൈവമേ എനിക്ക് തരണമേ എന്ന് നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഏത് ആത്മാവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? പ്രകാശമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത് നിത്യമായിരിക്കുന്ന പ്രകാശമാണോ, അതോ പിശാച് വഴിയായി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാനും തെറ്റായ വഴിയിൽ കൊണ്ടുപോകുവാനുമായിട്ടുള്ളതായ താൽക്കാലിക കബളിപ്പിക്കുന്ന പ്രകാശമാണോ എന്ന് നാം ശോധന ചെയ്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കണം. നിത്യമായിരിക്കുന്ന പ്രകാശത്തെ നമുക്ക് അനുഭവിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും? കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം എന്ന്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന് യോഹന്നാൻ സ്നാപകൻ എന്ന പേര്. അവൻ പ്രകാശത്തിന് സാക്ഷിയായിട്ട് ലോകത്തിലേക്ക് വന്നു. അവൻ താനോ പ്രകാശം ആയിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ പ്രകാശമായിരുന്നില്ല, മറിച്ച് അവൻ പ്രകാശത്തിന് സാക്ഷിയായിട്ട്, അവൻ മുന്നോടിയായിട്ട് ലോകത്തിലേക്ക് വന്നു. ഈ പ്രകാശം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകാശം എന്ന് പറയുന്നത് നിത്യജീവനാകുന്നു എന്ന്. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. കാരണം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു.
യഥാർത്ഥ പ്രകാശം നമുക്ക് ജീവൻ തരുന്നതായ പ്രകാശമായിരിക്കും. യഥാർത്ഥ പ്രകാശത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് ജീവൻ ആ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്ത് അറിയുമ്പോൾ മാത്രമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന്. നമുക്ക് ജീവൻ ആ പ്രകാശത്തിൽ നിന്ന് ലഭിക്കുവാൻ, അത് അറിയുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിന് സാധിക്കുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്ത് മനസ്സിലാക്കണം. ശരീരത്തിന് ബന്ധനങ്ങളുണ്ട്, ശരീരത്തിന് പ്രയാസങ്ങളുണ്ട്, ശരീരത്തിന് വേദനകളുണ്ട്, ശരീരത്തിന് ക്ഷീണമുണ്ട്, ശരീരത്തിന് പലവിധമായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം പഠിച്ചിട്ട്, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമായിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തിരിക്കുന്നവനായ കർത്താവിന്റെ വചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എന്റെ വേദനയുടെ ഭാഗത്ത് ഞാൻ എന്റെ കൈകൾ വയ്ക്കുന്നു എന്ന് ഹൃദയ ശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം സൗഖ്യമുണ്ടാകും, യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും തക്കവണ്ണം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രകാശം ലോകത്തിലേക്ക് വന്നത് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. ആ ജീവൻ, ആ പ്രകാശത്തിൽ ജീവനുണ്ട്. 1. 2, നാം വിശുദ്ധ കുർബാനയുടെ മധ്യേ പാടി വായനയ്ക്ക് ശേഷം കർത്താവ് അരുളി ചെയ്തു, ഞാൻ ജീവന്റെ അപ്പം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അപ്പമായിട്ട് ഇറങ്ങി വന്നു. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. ലഹവും അപ്പം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യേശുക്രിസ്തു ലോകത്തിന്റെ അപ്പമാകുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരം ഈ ലോകത്തിനായിട്ട് നൽകി. പിശാചിന് ശരീരമില്ല, പിശാചിന് ശരീരം ലോകത്തിനായിട്ട് നൽകുവാനും സാധിക്കുകയില്ല. പിശാചിന് സാധിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ബന്ധിക്കുവാൻ മാത്രമേ ഉള്ളൂ. പിശാചിന് സാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് മാത്രമേ ഒക്കുകയുള്ളൂ. 1 കൊരിന്ത്യരിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പൗലോസ് വളരെ ശക്തമായിട്ട് മദ്യപാനികളോടും തങ്ങളുടെ ശരീരം വെറിക്കൂത്തുകളിൽ മ്ലേച്ഛതയോടെ നടന്ന് ഇല്ലാതെയാക്കി കളയുന്നവരെ വാൺ ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം ലോകത്തിനായിട്ട് വിഭജിക്കപ്പെട്ടതായ, മുറിക്കപ്പെട്ടതായ, ലോകത്തിന് സൗജന്യമായിട്ട്, ലോകത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് ദാനം നൽകപ്പെട്ടതായ ശരീരമാകുന്നു. പ്രകാശത്തിൽ പ്രകാശം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്നു. ഈ ശരീരം അനുഭവിക്കുവാനായിട്ട് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഈ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായിരിക്കുന്ന മാറ്റം, അവൻ അത്ഭുത പ്രകാശം, വീരനാം ദൈവം, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധ്യമാകും. ഈ പ്രകാശത്തെ നാം കർത്താവിന്റെ ശരീരം വഴിയായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ കൂടി നാം സന്തോഷത്തോടും പരമാർത്ഥ ഹൃദയത്തോടും വിശുദ്ധിയോടും കൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെങ്കിൽ അവിടെ അത്ഭുതകരമായിരിക്കുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ജീവിതം തന്നെ പ്രകാശപൂരിതമായിട്ട് മാറും. 3-മതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം, പ്രകാശം ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം വഴിയായിട്ട് വ്യാപിച്ചു. അത് വ്യാപരിച്ചു. ഈ ലോകത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലാണ്. പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും, രക്തത്തിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവനുള്ള രക്തം നമുക്കായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അവസാനത്തെ തുള്ളി വരെ ചിന്തിയിട്ട് അവൻ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. പ്രിയമുള്ളവരെ, പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം സകല പാപങ്ങളെയും കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിന്റെ മധ്യേ പ്രകാശം ഉദിച്ചിരിക്കുകയാണ്. ഈ പ്രകാശം രക്തം വഴിയായിട്ട് പരിശുദ്ധ കുർബാനയിൽ കൂടി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ സകല അന്ധകാരത്തെയും മായ്ച്ചു കളഞ്ഞിട്ട് അത് പ്രകാശപൂരിതമാക്കുവാൻ ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ
ഈ രക്തത്തിന് ശക്തിയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് എല്ലാവർക്കും വിടുതലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് എല്ലാവർക്കും വീണ്ടെടുപ്പുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിലെ സകല അന്ധകാരങ്ങളും മാറും. പിശാച് പിടിച്ചു ബന്ധിച്ചു വെച്ചിരിക്കുന്നതായ സകല മേഖലകളും യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ പൊട്ടിപ്പോകുവാൻ തക്കവണ്ണം യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവൻ തന്റെ അവസാനമുള്ള രക്തം വരെ നമുക്ക് തന്നതാണ്. അവന്റെ രക്തത്തിന്റെ മുമ്പിൽ നമുക്ക് പൂർണ്ണ വിജയമുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് സൗഖ്യമുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് പൂർണ്ണ പാപമോചനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പ്രകാശമായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ നമുക്ക് ജീവൻ നൽകി. അവൻ തന്റെ ശരീരം നമുക്ക് പ്രകാശം വഴിയായിട്ട് നൽകി. അവൻ തന്റെ രക്തം നൽകിക്കൊണ്ട് നമ്മളെ പ്രകാശിപ്പിച്ചു. ഇതാണ് നിത്യമായിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത്. ഈ പ്രകാശത്തിന് മാറ്റമില്ല. ഈ പ്രകാശം ഒരിക്കലും ഇരുണ്ടു പോകുകയില്ല. ഈ പ്രകാശം ഒരിക്കലും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ഈ പ്രകാശം മറിച്ച് എന്നും നമ്മളോടൊപ്പം നിൽക്കും. ആ പ്രകാശത്തിൽ നമ്മൾ ആശ്രയിക്കണം. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമോ അത് എന്നേക്കും നിലനിൽക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ചില രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചില കുതിരകളിൽ ആശ്രയിക്കുന്നു. ഞാനോ എന്റെ ദൈവമായ യഹോവയെ ആശ്രയിക്കും. സങ്കീർത്തനം 27. ചില രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചില കുതിരകളിൽ ആശ്രയിക്കുന്നു. ലോകപ്രകാരമുള്ളതായ മോഹങ്ങളിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അഴിഞ്ഞു പോകുന്നതാണ്. സൂര്യൻ ദൈവം സൃഷ്ടിച്ചു, ചന്ദ്രൻ ദൈവം സൃഷ്ടിച്ചു, നക്ഷത്രങ്ങൾ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അതിൽ നിന്ന് വരുന്നതായ പ്രകാശവും ആ പ്രകാശത്തിന്റെ ഉറവിടമായിരിക്കുന്ന സൂര്യനും ചന്ദ്രനും എല്ലാം അവസാന നാളിൽ നശിച്ചു പോകുമെന്ന് വെളിപാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 20-ാം അധ്യായത്തിൽ പറയുന്നു, അവിടെ ഞാൻ ഒരു സിംഹാസനം കണ്ടു. ആ സിംഹാസനത്തിൽ ദൈവപുത്രൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞുപോയി. അതിന് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ആകാശത്തിനും ഭൂമിക്കും ശേഷിയില്ലാതെ വന്നു, ശക്തിയില്ലാതെ വന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം പുത്തൻ യെരൂശലേമിനെ കുറിച്ച് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻ യെരൂശലേമിൽ സിംഹാസനം വെട്ടിത്തിളങ്ങുന്നത് കാരണം അതിന്റെ മുമ്പിൽ സൂര്യനും ചന്ദ്രനും യാതൊരു സ്ഥാനവുമില്ല. സൂര്യന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല, ചന്ദ്രന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല, നക്ഷത്രങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത്ര വെട്ടിത്തിളങ്ങുന്നതായ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് അതിനെ നാം നോക്കി പാർക്കുന്നുവല്ലോ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ അന്ധകാരം, താൽക്കാലികമായിരിക്കുന്ന മോഹങ്ങൾ, പിശാചിന്റെ വഴികൾ, പിശാചിന്റെ കെണികൾ, പിശാചിന്റെ ജീവിത രീതികൾ, പിശാചിനുള്ളതായ ആശ്രയങ്ങൾ, പിശാചിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ജീവിതം എല്ലാം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇന്ന് അവതരിച്ചതായ പ്രകാശത്തിന്റെ ശക്തിയാൽ നീക്കിക്കളയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ ജ്വാലയുടെ ശുശ്രൂഷയിൽ അതാണ് നാം കണ്ടത്. ലോകത്തെ മുഴുവൻ, പിശാചിനെ മുഴുവൻ, ലൗകികമായിരിക്കുന്ന സകല ശക്തികളെയും ദഹിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം യേശുവിന്റെ പ്രകാശത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ ശരീരത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആ പ്രകാശത്തിലും ആ ജീവനിലും ആ ശരീരത്തിലും ആ രക്തത്തിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ രക്തത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറിക്കൊണ്ട് 2014 നമുക്ക് വരവേൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ജനനത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ